നമസ്കാരം. വലിയ ഒരു സമരം നടക്കുന്നു. ജന്തർ മന്ദറിലല്ല കേട്ടോ, ജാർഖണ്ഡിലെ റാഞ്ചി ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിലാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇന്ത്യ വിഭജിക്കണമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അവരുടെ JPSC എക്സാം, സിവിൽ സർവീസിന് വേണ്ടി നടത്തുന്ന JPSC എക്സാമിൽ വലിയ ചോർച്ച നടന്നു. അതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. ദേവാശിഷ് എന്ന് പറയുന്ന അവരുടെ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്, ഞങ്ങൾക്ക് വലിയ കാശൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും അതോടൊപ്പം തന്നെ CJPയുടെ അനുയായികളും ഈ JPSC സമരവുമായി ബന്ധപ്പെട്ട് റാഞ്ചിയിൽ എത്താത്തത്. ഞങ്ങൾക്ക് വലിയ കാശൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട പൈസ ഞങ്ങൾ തന്നെ സമാഹരിച്ചു. ഞങ്ങൾ പട്ടിണിയിലാണ്, കൊടും ദാരിദ്ര്യത്തിലാണ്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നടപ്പിലാക്കി എടുത്തേ മതിയാകൂ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഡൽഹിയിലെ സമരത്തിന് പല പല ആവശ്യങ്ങളായിരുന്നു. അവർ ഒരാവശ്യം എന്ന് പറയുന്നത് ഷർജിൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയും മോചിപ്പിക്കണം. മറ്റൊരാവശ്യം ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം. ഇനി അഫ്സൽ ഗുരുവിനും മറ്റ് ഭീകരവാദികൾക്കും ഏറ്റ ശിക്ഷാവിധികളിൽ രാജ്യം തന്നെ മാപ്പ് പറയണം എന്ന തരത്തിലുള്ള വലിയ ആവശ്യങ്ങളായിരുന്നു CJP സമരത്തിൽ ഉന്നയിച്ചത്. അല്ലാതെ നീറ്റ് പരീക്ഷ എന്നത് അവരുടെ ഒരു സെക്കൻഡറി ആവശ്യമായിരുന്നു. ഇന്നും അവർ വലിയ പ്രക്ഷോഭവുമായിട്ട് വരും എന്ന രീതിയിലാണ് അവർ പറയുന്നത്. രാജ്യത്താകമാനം നടന്ന് രാജ്യത്തെ വിദ്യാർത്ഥികളെ കാണുവാൻ പോകുന്നുണ്ട് അത്രേ. അവർ ഒന്ന് ആ ജാർഖണ്ഡ് വരെ പോയാൽ ആ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ആവശ്യമുണ്ട്. അത് നടപ്പിലാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ നടപ്പിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്താൽ അത് വലിയ കാര്യമായിരിക്കും. ഇനി ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ലീക്കേജ് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ അവരറിഞ്ഞിട്ടില്ല, അവരെ ബാധിക്കുന്ന വിഷയവുമല്ല. രാഹുൽ ഗാന്ധിയും ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. കാരണം 56 വയസ്സുള്ള യുവാവാണല്ലോ, അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടിയെത്തുവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ യുവത്വം അദ്ദേഹത്തിൻ്റെ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ കടുത്ത പ്രക്ഷോഭത്തിൽ തന്നെയാണ്. ജാർഖണ്ഡ് ഭരിക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ, ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി സുവിദ്യ കുമാറാണ്. ഇവരാരും തന്നെ രാജിവെച്ചിട്ടില്ല. പക്ഷേ അവിടുത്തെ JPSC ചെയർമാനും കൂട്ടുകാരും ഒക്കെ രാജിവെച്ചിട്ടുണ്ട്. ഇനി അതിനെതിരെ ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു നടപടികളും സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CJP സമരം ഡൽഹിയിൽ നടന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നതായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നത് മാത്രമല്ല, ഇനിയൊരു ലീക്കേജ് ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈക്കൊണ്ടു എന്നതാണ്. അതിന് വേണ്ടിയിട്ട് രാജ്യത്തിൽ കണ്ട ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധനെ തന്നെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നു. ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചു. നന്ദൻ നീലേഖനി, ഇൻഫോസിസിന്റെ ഫൗണ്ടറായ നന്ദൻ നീലേഖനിയും അതോടൊപ്പം തന്നെ ISROയുടെ മുൻ ചെയർമാനായ S സോംനാഥിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു ഉന്നതാധികാര സമിതി സർക്കാർ രൂപീകരിച്ചത്. ആ സമിതിയായിരിക്കും ഇനി എക്സാമിൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു ചോർച്ച ഉണ്ടാകാതിരിക്കുവാനുള്ള സാങ്കേതികമായിട്ടുള്ള സഹായം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും പരിഹാരം കണ്ടെത്തുവാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള JMM കോൺഗ്രസ് സഖ്യത്തിന് ഇപ്പോൾ ജാർഖണ്ഡിൽ ഈ പ്രശ്നം, ഒരു സംസ്ഥാനത്തിലെ പ്രശ്നം പരിഹരിക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന വലിയ അഴിമതി ആരോപണങ്ങളൊക്കെയാണ് അവർ ഡൽഹിയിൽ ഉയർത്തിയത് എങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം പാളിപ്പോവുകയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ സംഭവിക്കുന്നത്. അഭിജിത്ത് ദീപ്കയോ അദ്ദേഹത്തിൻ്റെ ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ മറ്റ് സഖാക്കന്മാരോ ഒന്നും ഈ വിഷയം അറിഞ്ഞു കാണില്ല. ചിലപ്പം സാങ്കേതിക വിദ്യയുടെ പോരായ്മ കൊണ്ടായിരിക്കും. മറ്റൊരാളുണ്ടല്ലോ, സൗരവ് ദാസ്, അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കലാപം നടത്തിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് ഈ ഹെല്ലാ ലിങ്ങിനെ പോലുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അയാളൊരു ഓർഗനൈസേഷനൊക്കെ തുടങ്ങിയത്. ആ ഓർഗനൈസേഷന് ചിലപ്പോൾ ജാർഖണ്ഡിലേക്ക് നോക്കുവാനുള്ള കണ്ണ് കാണില്ല. പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികൾ സുശക്തരാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം തന്ന് സഹായിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങൾക്ക് നിങ്ങൾ കാശ് തന്ന് സഹായിച്ചിട്ടുണ്ടാവില്ല, ഒന്നും തന്നെ സഹായിക്കാൻ ഉണ്ടാവില്ല, പക്ഷേ ഞങ്ങൾ സമരം നടത്തുക തന്നെ ചെയ്യും. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളെ സഹായിച്ചതുപോലെ ഉമൈദന്മാർ ഇവിടെ എത്തില്ല. കാരണം ഭീകരവാദ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടല്ല ഇവിടെ സമരം നടത്തുന്നത്, മറിച്ച് തങ്ങൾക്ക് വേണ്ട മിനിമം ആവശ്യങ്ങൾ സർക്കാർ പരിഹരിച്ചു കൊടുക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത്. അല്ലാതെ ജന്തർ മന്ദറിലോ ഡൽഹിയിലെ പാർലമെന്റ് മാർച്ചിലോ ഉൾപ്പെട്ടതുപോലെ പല പ്രായത്തിലുള്ള ആൾക്കാർ, വൃദ്ധരായിട്ടുള്ള ആൾക്കാരല്ല അവിടെ സമരം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി കർണാടകത്തിൽ, അതോടൊപ്പം തന്നെ പഞ്ചാബിൽ, ഇവിടെയൊക്കെ സമരം നടക്കും. ആ സമരത്തിനും പങ്കെടുക്കുവാൻ പോകുന്നത് വിദ്യാർത്ഥികളായിരിക്കും. ഈ പല സമരങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന പ്രകാശ് രാജിനെ പോലുള്ള വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ വേണ്ട, അല്ലെങ്കിൽ 56 വയസ്സായ യുവാക്കളൊന്നും അവർക്ക് ഇനി ആവശ്യമില്ല. അവർ ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഒന്നും സഹായിച്ചില്ലെങ്കിലും അവർ ശക്തമായ പ്രക്ഷോഭം നടത്തി അതിൽ വിജയിക്കുക തന്നെ ചെയ്യും.